ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് കീഴ്പ്പെടാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള വിഷയമാണ്. ഞാനൊരു വാർത്ത വായിച്ചിരുന്നു. 2006 ജൂലൈ മാസം വന്ന ഒരു വാർത്തയാണ്. അതിൽ മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താണ് അതിലെ വാർത്ത എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എവറസ്റ്റ് കീഴടക്കണമെന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പലവട്ടം മല കയറാൻ ശ്രമിച്ചു. അദ്ദേഹം മല കയറിയപ്പോൾ ഒരിക്കൽ അദ്ദേഹം താഴെ വീണു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു പോയി. കാല് നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി ഒരിക്കലും നിറവേറാൻ കഴിയത്തില്ലെന്ന് പലരും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു കൃത്രിമ കാൽ വെച്ചുകൊണ്ട് വീണ്ടും മല കയറാനായിട്ട് ആരംഭിച്ചു. ആ മലകയറ്റത്തിൽ വീണ്ടും അദ്ദേഹം താഴെ വീണു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മറ്റേ കാലും കൂടെ നഷ്ടപ്പെട്ടു. വീണ്ടും ആളുകളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാലത്തും ഇനി നിങ്ങൾക്ക് മല കയറാൻ കഴിയത്തില്ല. കാരണം നേരത്തെ ഒരു കാല് നഷ്ടപ്പെട്ടു, ഇപ്പോൾ 2 കാലും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ആരുടെയും വാക്കിന് അദ്ദേഹം ചെവി കൊടുക്കാതെ അദ്ദേഹം 2 കൃത്രിമ കാലുകൾ വെച്ചുകൊണ്ട് വീണ്ടും മല കയറുവാനായിട്ട് ആരംഭിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടില്ല. 2 കൃത്രിമ കാലുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം എവറസ്റ്റിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു പർവ്വതവും ഇല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, മനുഷ്യർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവന് അസാധ്യമാകുകയില്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്രയെന്ന് ദൈവജനം പറയുന്നു. എന്നാൽ ഒരു ദൈവവിശ്വാസത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു പർവ്വതങ്ങളുമില്ല. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.